ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? ഒരു നല്ല ജോലി, നല്ല വീട്, നല്ലൊരു ജീവിതം. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഗ്രഹങ്ങളെല്ലാം ഒരു ഫ്രീക്വൻസി ആണെന്ന്? അവ ഓരോന്നും ഒരു തരം എനർജിയാണ്. നമ്മൾ അതിനോട് ചേരുമ്പോൾ മാത്രമാണ് ആ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. ഡിസയേഴ്സ് ആർ ഫ്രീക്വൻസീസ്. ആഗ്രഹങ്ങൾ ഒരു എനർജി വേവ് ലെങ്ത് ആണെങ്കിൽ നമുക്കതിൽ ശരിയായി ട്യൂൺ ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നതെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്? ചിലപ്പോൾ അവരറിയാതെ തന്നെ അവർ ശരിയായ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകാം. ശരിയായ രീതിയിൽ ചിന്തിക്കുകയും പോസിറ്റീവായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒരു പ്രത്യേകതരം എനർജി അയക്കുന്നു. ആ എനർജിയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വിശദമാക്കി പറയാം. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ഉള്ളിലുമുള്ള എല്ലാത്തിലുമുണ്ട് ഒരു എനർജി, അതായത് ഊർജം. അതിൽ സംശയമില്ല. ഭൂമിയിലെ ഓരോ വസ്തുവിലും ഒരു പ്രത്യേകതരം വൈബ്രേഷൻ ഉണ്ട്. ഇതൊന്നും വെറും ഒരു ആത്മീയതയൊന്നുമല്ല, ശാസ്ത്രം പോലും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. എല്ലാം ഊർജമാണ്, ഒന്നും വിശ്രമത്തിലല്ല. ഇതാണ് വൈബ്രേഷൻ എന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വം. നമ്മുടെ ശരീരത്തെയും പരിസരത്തെയും നിർമ്മിച്ച ആറ്റങ്ങൾ എല്ലാം സ്ഥിരമായി ചലനത്തിലാണ്. അവ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലുള്ള ഒരു കമ്പ്യൂട്ടർ ഡെസ്ക്, അതൊരു മരക്കഷ്ണമാണല്ലോ. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഒരു പേനയോ എന്തെങ്കിലും. അപ്പം ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഡെസ്കിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു മരക്കഷ്ണമാണ്, അതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പന്ദന തീവ്രത, അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മളുടേതിൻ്റെ അടുത്തെത്തില്ല. നമ്മൾ ജീവനുള്ളതായതുകൊണ്ട് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി വളരെയധികം ഉയർന്നതാണ്. അതിനാലാണ് നമ്മളിൽ ജീവോർജമുണ്ടെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങൾക്ക് ഈ ഫ്രീക്വൻസിയെ കുറിച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചിന്തകൾക്കും വൈബ്രേഷൻ എനർജി ഉണ്ടെന്നുള്ളത്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു, ആ ചിന്തകളും അനുഭവങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ വൈബ്രേഷനെ ബാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളും നമ്മളിലേക്കുള്ള ആകർഷണങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പുലർത്തുകയാണെങ്കിൽ, പക്ഷെ ആ ആഗ്രഹം നമ്മുടെ വൈബ്രേഷണൽ സ്റ്റേറ്റിലേക്ക് യോജിക്കുന്നില്ലെങ്കിൽ അതിനോട് നമ്മളും യോജിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആകർഷിക്കാനും ആകില്ല. നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഇവയ്ക്കെല്ലാം സ്പന്ദന തരംഗങ്ങളുണ്ട്, അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അതിൻ്റെ വൈബ്രേഷനോട് നമ്മൾ യോജിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ധനം ആഗ്രഹിക്കുന്നു, പക്ഷെ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് പണമില്ല എന്നതാണ് ചിന്ത, അതായത് കുറവിൻ്റെ വൈബ്രേഷൻ, അതായത് ലോ വൈബ്രേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത തന്നെ കുറവിൻ്റെ എനർജിയാണ്, അതായത് ലോ വൈബ്രേഷൻ ആണ്. അതിൻ്റെ വൈബ്രേഷൻ ലോ ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറവ് തന്നെയായിരിക്കും ആകർഷിക്കപ്പെടുന്നത്. ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് യൂണിവേഴ്സൽ ലോ എന്നത്, അതായത് ലോ ഓഫ് വൈബ്രേഷൻ. നാം സന്തോഷവും സ്നേഹവുമുള്ള ചിന്തകളിലേക്ക് സ്പോട്ട് ചെയ്യുമ്പോൾ അതൊരു ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആകുന്നു. അതിൻ്റെ ശക്തിയാണ് നമ്മളെ ശാരീരികമായും മാനസികമായും ഉന്നതിയിലേക്ക് നയിക്കുന്നത്. അതേസമയം ഭയം, വിഷാദം, ദുഃഖം തുടങ്ങിയവ ലോ ഫ്രീക്വൻസി ഇമോഷൻ സ്റ്റേറ്റ് ആകുന്നു. പക്ഷേ ഇതെല്ലാം തന്നെയാണ് എനർജിയുടെ വിവിധ രൂപങ്ങൾ. നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ ജേർണലിങ്, നേച്ചർ വോക്ക്, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ സന്തോഷകരമായ എനർജിയിലേക്ക് ട്രെയിൻ ചെയ്യുക. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഇതിവിടെ പറഞ്ഞേ പറ്റുള്ളൂ.
അതാണ് നിങ്ങളുടെ വൈബ്രേഷനും ജീവിതവും മാറ്റാനുള്ള അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ആ വൈബ്രേഷനുമായിട്ട് മാച്ചായാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ സ്വപ്നങ്ങൾ നേടുന്നതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്. ഇതൊട്ടും ചെറിയ കാര്യമല്ല. നിങ്ങൾ സ്റ്റക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളിപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി തന്നെയാണ്. അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഇനി ഹയർ വൈബ്രേഷൻ ലെവലിലോട്ട് എത്താനുള്ള ലളിതമായ മാർഗ്ഗങ്ങൾ നോക്കാം. അത് ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അത് വലിയ രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി തുടങ്ങിയാൽ മതി. ഒന്നാമത്തേത്, എല്ലാ ദിവസവും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അത് തന്നെ നമ്മളെ ഹയർ വൈബ്രേഷനിലെത്തിക്കും. രണ്ടാമത്തേത്, ജേണലിംഗ്. ഓരോ ദിവസവും എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകിയതെന്ന് കുറിച്ച് വെക്കുക. മൂന്നാമത്തേത്, മെഡിറ്റേഷൻ. നാലാമത്തേത്, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. അഞ്ചാമത്തേത്, അഫർമേഷൻസ്. ഇവയ്ക്ക് പിന്നിലെ തത്വം വളരെ ലളിതമാണ്. നമ്മുടെ എനർജി മാറുമ്പോൾ നമ്മുടെ റിയാലിറ്റിയും മാറുന്നു. നമ്മുടെ വൈബ്രേഷണൽ എനർജി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ മാനസികമായും മാനസിക ആരോഗ്യത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിലും പ്രതിഫലിക്കും. ലോ ഓഫ് വൈബ്രേഷൻ നമ്മെ കാണാനാകുന്ന ലോകത്തിന് പുറത്തേക്ക് കണ്ണും മനസ്സും തുറക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മളെ വെറും മനുഷ്യ ശരീരം എന്ന നിലയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് നമ്മുടെ ആത്മാവും ഊർജവും ചിന്തകളും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളുമായും നിരന്തരമായി ബന്ധപ്പെടുന്നു എന്ന് കാണിക്കുന്നതാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ചെറിയ അല്ലെങ്കിൽ വലിയ കുരുക്കുകളിൽ കുടുങ്ങിയിരിക്കുന്നു. അതിനൊരു വലിയ കാരണമുണ്ട്. അവർ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ അതിലൊരു കാര്യം മിസ്സിംഗ് ആണ്. അതിൽ മിസ്സിംഗ് എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. അതെ, ഇന്നത്തെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ എനർജീനെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ചെറിയ ചിന്തയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ്, ഇതെല്ലാം ചേർന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് വേണമെന്ന് തോന്നുന്ന ഒരു പുതിയ റിയാലിറ്റിയിലേക്ക് കടക്കാം. അതിനായി ആദ്യം നമ്മളാണ് മാറ്റം തുടങ്ങേണ്ടത്. ഒരു ദിവസം നിങ്ങളെ നോക്കി മറ്റൊരാൾ ചോദിക്കും, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ എൻ്റെ ഫ്രീക്വൻസി മാറ്റിയപ്പോൾ ജീവിതം തന്നെ മാറിയെന്ന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്